യേശുവിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, ഇന്ന് രാവിലെ പത്രം വായിച്ചപ്പോൾ ഏറെ വേദനിപ്പിച്ചൊരു വാർത്ത വായിക്കുകയുണ്ടായി. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തരംഗമായിട്ട് മാറിയൊരു വാർത്തയാണ്. അഗതി മന്ദിരത്തിലായിരുന്ന ഒരു അപ്പച്ചനെ, ഒരു പിതാവിനെ, അദ്ദേഹത്തിന്റെ അന്ത്യസമയത്ത് അദ്ദേഹം മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അപ്പന്റെ ശരീരം ഏറ്റുവാങ്ങുവാൻ തയ്യാറാകാതെ ആ അപ്പൻ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ അദ്ദേഹത്തിന്റെ മകനും മരുമകളും ആ അപ്പന്റെ അവകാശമായിരുന്ന ആ ഭൂമി, ആ വീട് കൂട്ടി അവർ യാത്രയായി. അവസാനം അധികാരികൾ പള്ളിയുമായി ബന്ധപ്പെട്ട് അരിമ്പൂർ പള്ളിയിലാണ് കൂട്ടിപ്പോയ ആ ഭവനത്തിന് മുൻപിലേക്ക് അദ്ദേഹത്തിന്റെ മൃതദേഹം കൊണ്ടുവന്നു. കൂട്ടിയ വാതിലിന് മുന്നിൽ ഇറയത്ത് ഇടവകാരുടെയും നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും സാന്നിധ്യത്തിൽ അന്ത്യകർമ്മങ്ങൾ നടത്തി പള്ളിയിൽ സംസ്കരിക്കുകയുണ്ടായി. ഇത് വലിയൊരു ചിന്തയ്ക്ക് അടിസ്ഥാനമിടേണ്ട ഒരു ചോദ്യമാണ്, ചിന്തയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ യുവജനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇങ്ങനെയൊക്കെയായി മാറുന്നത് എന്നുള്ളതാണ്. അഗതി മന്ദിരത്തിലാക്കിയത് തെറ്റ്. മറ്റൊന്ന്, ആ അപ്പം മരിച്ചപ്പോൾ അത് കാണുവാനും അന്ത്യചുംബനം കൊടുക്കാനും സ്നേഹത്തോടെ കൊണ്ടുവന്നുകൊണ്ട് ആ അപ്പന് അർഹിക്കുന്ന പരിഗണന കൊടുത്തുകൊണ്ട് ആ അപ്പനെ സംസ്കരിക്കുവാനും ആ മകൻ തയ്യാറായില്ല എന്നുണ്ടാകും. വീട് കൂട്ടി കാര്യമായിട്ട് കറങ്ങാൻ പോയ ആ മകനെ ആരോടാണ് ഉപമിക്കുക? എത്രയോ വേദനാജനകമായ ഒരു കാര്യമായി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയായി ഇത് മാറ്റുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നിരന്തരമായിട്ടുള്ള ക്രിറ്റിസിസം, വിമർശനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലം കാത്തു വച്ചിട്ടുണ്ടവന്, അതിവിദൂരമല്ല നിനക്കൊണ്ടൊരു കാലം അവനെ, കാത്തുവെച്ചത് കിട്ടാതെ പോവില്ല, അതാണ് കാലത്തിന്റെ നീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഫേസ്ബുക്കിലൂടെ മാധ്യമങ്ങളിലൊക്കെ ഇതിനെ വിമർശിക്കുന്നു. 2 ദിവസം മുൻപ് ഞാനൊരു പ്രായമായ അമ്മമാർ താമസിക്കുന്ന, മാനസിക വൈകല്യമുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള പാവപ്പെട്ട അമ്മമാർ താമസിക്കുന്ന ഒരു ഭവനം, ഒരു ആലയം സന്ദർശിക്കാനാണ്. സങ്കടത്തിന്റെ പെരുമഴയായിരുന്നു എന്റെ കണ്ണുകളിലും ഹൃദയത്തിലും കലിയടിച്ചു. 10-55 വരുന്ന ഈ അമ്മമാർ ജീവിതത്തിലെ സകല പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലം, ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് അനുഭവം. പലരും മാനസികമായിട്ടുള്ള വെല്ലുവിളി നേരിടുന്നവരാണ്. അവർ കാണുമ്പോൾ തന്നെ ഹൃദയത്തിന്റെ അഗാധതയിലേക്ക് ഒരു വ്യസനം, സങ്കടം, ദുഃഖം ആഴത്തിലേക്ക് പറഞ്ഞിറങ്ങുകയാണ്. അവിടെ ചെന്ന് ആ ഭവനം സന്ദർശിച്ച് ഇറങ്ങുന്ന നിമിഷം വരെയും അവർ ധൈര്യതയാർന്ന മുഖങ്ങൾ എന്നെ വേട്ടയാടിയിരിക്കുകയാണ്. അവിടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ജീവനില്ലാത്ത പ്രകാശം കെട്ടുപോയൊരവസ്ഥ, കുഴിഞ്ഞ കണ്ണുകൾ, ധൈര്യതയാർന്ന മുഖം, വേദനിക്കുന്ന അവസ്ഥ, ശോഷിച്ച ശരീര പ്രകൃതി, എങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന, ജീവച്ഛവമില്ലാതെ പോകുന്ന അമ്മ, മരുന്നിന്റെ ഫലത്തിൽ നടക്കുന്ന ആ അമ്മ, പല പ്രായക്കാരും. ശേഷം ഞാൻ അതിന്റെ അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സെല്ലുകളിൽ കഴിയുന്ന അമ്മമാരെയുണ്ട്, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അമ്മമാർ, സഹോദരിമാർ, ചങ്ങലക്കിട്ട് ആ അമ്മമാരുടെ ധീരതയാർന്ന, ധൈര്യതയാർന്ന രൂപവും ഭാവവും വല്ലാതെ സങ്കടപ്പെടുത്തുകയാണ്. 6 മണി നേരത്തെ, വൈകിട്ട് 6 മണി നേരത്തെ അവിടെ ഭക്ഷണ സമയമാണ്. അവിടെ ചെന്നപ്പോൾ 2 കാലുകളിലും കൈകളിലും ചങ്ങലയിട്ട് കൊണ്ട് കിടക്കുന്ന അമ്മമാർ, ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം ചങ്ങലയിൽ സ്വതന്ത്രമാക്കുന്ന
പാത്രം പിടിക്കാൻ മാത്രം അവർ ഫ്രീ ആക്കുന്ന സ്വതന്ത്രമാക്കുന്ന ഒരവസ്ഥ. ആരോടും പരിഭവമില്ലാതെ, ആരോടും വേദനയില്ലാതെ കൊടുക്കുന്ന ഭക്ഷണം അതിന് എന്ത് ടേസ്റ്റ് ആണെന്ന് അവർക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഭക്ഷണം വാരി കഴിച്ച് വീണ്ടും ആ 2 കൈകൾ നീട്ടി കൊടുക്കുകയാണ് ഒരമ്മച്ചി, 2 കാലുകൾ നീട്ടി കൊടുക്കുകയാണ് എന്റെ ചങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഒരുപക്ഷെ ആ ആലയത്തിന്റെ നടത്തിപ്പുകാർക്ക് ഇതെല്ലാം നിവർത്തിയുണ്ടാവില്ലേ? അത്രയും ദൈനംദിനായിട്ടുള്ള അവസ്ഥയാണ്. അല്ലെങ്കിൽ ആക്രമണത്തിന്റെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ഒരു നിമിഷം ഞാനൊക്കെ എന്റെ അമ്മയെ ഓർത്തുപോയി, എന്റെ സഹോദരിമാരെ ഓർത്തുപോയി, നമ്മുടെ ചുറ്റുമുള്ള സഹോദരിമാരെ, അമ്മമാരെ ഓർത്തുപോയി. ഇത്രയും സന്തോഷത്തോടെയാണ് അവർക്ക് നമ്മൾ കഴിയുന്നത്. ആ അമ്മമാരുടെ സ്ഥാനത്ത് ഇവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ വന്ന ആ നിമിഷം വരെ, ഓരോ നിമിഷം വരെ, പിന്നീടുമുള്ള ദിവസങ്ങളിലും ആ ദീനതയാർന്ന ആ മുഖങ്ങൾ, ദൈനതയാർന്ന ആ മുഖങ്ങൾ എന്നെ വേട്ടയാടി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാതെ എന്താണ് എനിക്ക് അവർക്ക് പറയാനുള്ളത്? ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ, അമ്മമാർ, മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട്, ബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട്, സുഹൃത്തുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്നത് നമ്മുടെ അമ്മമാരും ആ സ്ഥാനത്തല്ലേ? നമ്മുടെ അമ്മമാർക്ക് സന്തോഷമാണ്, സമാധാനമാണ്. ദാരിദ്ര്യമുണ്ടെങ്കിലും സാമ്പത്തിക ക്ലേശങ്ങളുണ്ടെങ്കിലും അവർ നമ്മുടെ മക്കൾ കൂടെയാണെന്നുള്ള ബോധ്യം ചെയ്യുക. ആരും അമ്മമാരെ അമ്മമാരെ അടിമന്ദിരത്തിലേക്ക് വിട്ടുകൊടുക്കരുത്. സങ്കടമാണ്, വേദനിപ്പിക്കുന്ന അവസ്ഥയാണ്. തുടക്കത്തിലെ പറഞ്ഞ ആ അപ്പന്റെ അവസ്ഥ ആർക്കും ഉണ്ടാകരുത്. ആ അപ്പൻ വല്ലാതെ ഒരു നൊമ്പരമായിട്ട് ഹൃദയത്തിൽ കിടക്കുകയാണ്. ആരോരുമില്ലാതെ തന്റെ ജീവനറ്റ ശരീരത്തെ ദഹിപ്പിക്കുവാനായിട്ട് ഒരു മകനോ മകളോ ഇല്ലാതെ അനാഥമായി പോയ ആ തൃശ്ശൂർ അരിമ്പൂരുള്ള ആ അപ്പച്ചന്റെ ഹൃദയം, മനസ്സ്, ശരീരം, ജീവിതം എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. പ്രിയമുള്ളവരെ, ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. സ്നേഹത്തോടെ നമുക്ക് പരിചരിക്കാം. അവർക്ക് കുറവുകളുണ്ട്, ശരീരത്തിന്റെ സൗന്ദര്യം കുറവാണ്, അവർക്ക് കൈ കാശില്ല, സമ്പത്തില്ല. പക്ഷേ അവർ നമ്മുടെ ജീവനല്ലേ, അവരുടെ രക്തമല്ലേ നമ്മുടെ ശരീരത്തിലൂടെ ഓടുന്നത്. നമുക്ക് വേണ്ടി കൊണ്ട വെയിലുകള് അവരെ ഒരു പക്ഷേ തളർത്തിയിട്ടുണ്ടാകാം, അവരെ രോഗികളാക്കിയിട്ടുണ്ടാകാം, അവരെ ഓർമ്മകളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം. പക്ഷേ അവരും ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ, അവരുടെ പുണരാൻ സാധിക്കട്ടെ, സന്തോഷത്തോടു കൂടെ അപ്പ അമ്മ എന്ന് വിളിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും, സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. കാലത്തിന്റെ നീതി അത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി മാറ്റി വെക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഓർക്കുക, ആരെയും അനാഥരായി ഞാനുണ്ട് എന്നുള്ള ബോധ്യത്തോട് സാധിക്കും. നന്ദി.